കണ്ണൂരിലെ തളിപ്പറമ്പ് സർ സയ്യിദ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ KSU പ്രവർത്തകനെ MSF പ്രവർത്തകർ മർദ്ദിച്ചതായി പരാതി. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് സംഘർഷമുണ്ടായത്. KSU അംഗമായ വിദ്യാർത്ഥിയുടെ നോമിനേഷൻ കീറിയെറിഞ്ഞു എന്നും ആരോപണമുണ്ട്. കണ്ണൂരിലെ പല ക്യാമ്പസുകളിലും KSU MSF തർക്കം രൂക്ഷമാണ്. MSFന് ആധിപത്യമുള്ള കോളേജുകളിൽ UDSF സഖ്യമില്ല. KSUവിനെ മത്സരിക്കാൻ അനുവദിക്കാതെ MSF കായികമായി അടിച്ചൊതുക്കുകയാണ് എന്നാണ് പരാതി. വിവരങ്ങളുമായി നിഖിൽ ചേരുന്നുണ്ട്. നിഖിൽ, നേരത്തെ ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുപ്പിലാവട്ടെ, അതല്ലെങ്കിൽ വടക്കൻ കേരളത്തിൽ പൊതുവെ നോക്കിയാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുപ്പിലൊക്കെ അവിടെ MSFന്റെ ഒരു ആധിപത്യം വളരെ പ്രകടമാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി സംഘടനാപരമായി അവർ കൂടുതൽ കരുത്താർജിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ KSU അതിൻ്റെ സംഘടനാപരമായ കരുത്തിൽ പിന്നോട്ട് പോയിട്ടുമുണ്ട്. അതിൻ്റെ ഭാഗമായാണോ ഈ പ്രശ്നങ്ങളെല്ലാം? എന്താണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ പ്രശ്നം? തീർച്ചയായും ഹർഷൻ, കണ്ണൂരിൽ ഈ KSUവിൻ്റെ ജില്ലാ നേതാക്കൾ അല്ലെങ്കിൽ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന നേതാക്കൾ തന്നെ ഇത്തരത്തിലുള്ള പരാതി രഹസ്യമായെങ്കിലും ഉന്നയിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. KSUവിനെ MSF വിഴുങ്ങുന്നു എന്ന രീതിയിലേക്ക് നേരത്തെ തന്നെ ചർച്ചകൾ വന്നതാണ്. അത് ശരിവെക്കുന്ന രീതിയിലേക്ക് പല കാര്യങ്ങൾ കണ്ണൂർ ജില്ലയിൽ അല്ലെങ്കിൽ കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലെ കോളേജുകളിൽ നടക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്നലെ സർ സയ്യിദ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉണ്ടായത്. KSUവിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ നോമിനേഷൻ നൽകാനിരുന്ന വിദ്യാർത്ഥിയെയാണ് മർദ്ദിക്കുകയും നോമിനേഷൻ കീറിയെറിയുകയും ചെയ്തത്. പിന്നീട് ഈ വിദ്യാർത്ഥി കോളേജിൽ നിന്ന് മടങ്ങി കണ്ണൂർ നഗരത്തിലേക്ക് വീട്ടിലേക്ക് പോകുന്നതിന് വേണ്ടി കണ്ണൂർ നഗരത്തിലേക്ക് എത്തിയപ്പോൾ അവിടെ വച്ചും MSFൻ്റെയും ഒപ്പം തന്നെ മുസ്ലിം ലീഗിൻ്റെയും ഒക്കെ പ്രവർത്തകർ ചേർന്ന് മർദ്ദിച്ചു എന്നതാണ് ഇപ്പോൾ പരാതി. അത്തരത്തിൽ പരാതി അല്പസമയത്തിനകം കണ്ണൂർ ടൗൺ സ്റ്റേഷനിൽ നൽകുമെന്നാണ് അറിയുന്നത്. ഇന്നലെ ഈ വിദ്യാർത്ഥിക്ക് സാരമായി പരിക്കേറ്റിരുന്നു. ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു. ഏതായാലും ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് KSU വലിയ അതൃപ്തി ഇക്കാര്യത്തിൽ അറിയിക്കുന്നുണ്ട്. കാരണം കണ്ണൂർ ജില്ലയിലെ അല്ലെങ്കിൽ കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലെ കോളേജുകളിൽ MSFന് സ്വാധീനമുള്ള ഇടങ്ങളിൽ അവർ തനിച്ച് മത്സരിക്കുകയും ഈ യൂണിയനുകൾ പിടിച്ചെടുക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്നു. അതേസമയം KSUവിന് ഇത്തരം കോളേജുകളിൽ KSUവിനെ സഖ്യമായി കൂടെ നിർത്താൻ തയ്യാറാകുന്നില്ല എന്നൊരു പരാതിയാണ് KSUവിനുള്ളത്. അതേ സാഹചര്യം അവിടെ നിലനിൽക്കുമ്പോൾ KSUവിന് വലിയ രീതിയിൽ സ്വാധീനമുള്ള കേന്ദ്രങ്ങളിൽ കോൺഗ്രസ് നേതാക്കൾ വഴി സമ്മർദ്ദം ചെലുത്തി അവിടെ UDSF സഖ്യമായി തന്നെ മത്സരിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുകയും ചെയ്യുന്നു. ഇത് വലിയ അമർഷം KSUവിൻ്റെ പ്രവർത്തകരിലും നേതാക്കളിലും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഹർഷൻ സൂചിപ്പിച്ചതുപോലെ ഈ കണ്ണൂർ സർവകലാശാല തെരഞ്ഞെടുപ്പ് ദിവസം നമ്മൾ കണ്ടതാണ്. MSFൻ്റെ കാസർഗോഡ് നിന്നുള്ള കോളേജുകളിൽ നിന്നുള്ള UUCമാർ അല്ലെങ്കിൽ അവിടെ നിന്നുള്ള പ്രവർത്തകന്മാരൊക്കെ എത്തിയതോടുകൂടിയാണ് അവിടെ ഈ UDSFൻ്റെ ഒരു അംഗബലം പോലും അവർക്ക് കാണിക്കാനായത്. അപ്പോൾ സംഘടനാപരമായ ഒരു ശക്തിക്കുറവ് KSU നേരിടുന്നുണ്ട്. അത് MSF ആ സ്ഥലത്തേക്ക് വളർന്നു വരുന്നു. അതേസമയം KSUവിനെ കൂടെ നിർത്തി തെരഞ്ഞെടുപ്പുകളിൽ മുന്നോട്ട് പോവുക, സീറ്റുകൾ പിടിച്ചെടുക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് MSF വലിയ താല്പര്യവും കാണിക്കുന്നില്ല. അവർക്ക് ജയിക്കാൻ KSUവിൻ്റെ പിന്തുണ കിട്ടേണ്ട സ്ഥലങ്ങളിൽ അത്തരത്തിൽ അവർ ഇടപെടുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊരു പരാതിയിലേക്കാണ് KSU പോകുന്നത്. ഇതിന് കോൺഗ്രസ് നേതാക്കളും ഇത്തരത്തിൽ ഈ MSFൻ്റെ സമ്മർദ്ദങ്ങൾക്ക് വേണ്ടി KSUവിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നു എന്ന ഒരു ആരോപണം കൂടി ഇപ്പോൾ KSUവിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. നിഖിലാണ് വിവരങ്ങൾ നൽകിയത്.